ആരും ഇല്ലേ? തീരുമാനം ഉണ്ടാക്കാം. ഞാൻ ഇപ്പൊ തന്നെ തീരുമാനം. ഞാൻ ആളുടെ എത്തിക്കാം. ശരിക്കും തോന്നുന്നു മാറിപ്പോയതാവാനാണ്. എനിക്ക് പ്രചോദനം ഒന്ന് കാണിച്ചു തന്നാ എന്താ അറിയോ, അങ്ങനെ ഒരിക്കലും വരാൻ ചാൻസ് കുറവാ. അല്ല എനിക്ക് ഉറപ്പാണെന്നേ. എന്താ ഹലോ നിൽക്കുന്നു. ഇനി എന്താ വെച്ചാ നിങ്ങൾ ചോദിച്ചോ. ഒരു നൂറാശകൾ മിഴികളിൽ മൊഴികളിൽ പൂത്തു മഴനൂൽ കനവുകൾ കരളിലെ വേനലിൽ എന്താ കുട്ടി? അല്ല കാര്യം പറ. അല്ല എനിക്ക് പെട്ടെന്ന് എന്തോ അയ്യോ ഇമോഷണൽ ആയോ? ആരത്? പ്രചോദനെ കാണണോന്ന് പറഞ്ഞു. കാര്യം എന്താണെന്നുള്ളത് ഫാനാണോന്ന് ചോദിച്ചാ അതെ ഫാനാണ്. പ്രചോദേട്ടാ എന്നെ മനസ്സിലായില്ലേ? എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ചുമ്മാ പ്രചോദേട്ടൻ വെറുതെ പറയുന്നത്, നാണം കൊണ്ട് പറയണ. ചെലപ്പോ എന്താ അറിയോ, അല്ലെന്ന് പ്രചോദേട്ടൻ എന്നെ അറിയാം. ഞാനാ സിന്ധു. ഏത് സിന്ധുവാടാ? പ്രചോദേട്ടാ വിട്, ഷൂട്ട് എന്നൊക്കെയുള്ള വർക്ക് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന പറഞ്ഞോ, കാര്യം പറഞ്ഞു. അതെന്താ? അല്ല ഇവർക്ക് ആർക്കും അറിഞ്ഞൂടെന്ന് എനിക്ക് അറിയാം. എന്നാലും നിങ്ങക്ക് മാറി നിന്ന് സംസാരിക്കണോ? അതാണ്. അല്ല എനിക്ക് സത്യം പറഞ്ഞ എവിടുന്ന് എനിക്ക് പ്രചോദേട്ടൻ അങ്ങനെ പറയല്ലേ. സത്യം എനിക്ക് മനസ്സിലായില്ല. സിന്ധു എവിടുന്ന ഇപ്പൊ വരുന്നേ? ഞാൻ വീട്ടിൽ നിന്ന് വരാണ്. പ്രചോദേട്ടന്റെ കൂടെ പോവാൻ എന്നോട് പറഞ്ഞെന്താ വെച്ചാല് പ്രചോദനോട് പോകാൻ വന്നാണെന്നോ? പ്രചോദേട്ടന്റെ കൂടെ ജീവിക്കാൻ. അതേ പറഞ്ഞ എനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നേരിട്ട് വന്നു സംസാരിച്ചു നോക്ക്. അല്ല അത് സിന്ധുവിന് ആള് മാറിയതായിരിക്കും കേട്ടോ. ഇല്ല ചേച്ചി, ആളും അറിയുന്നല്ലേ. പ്രചോദേട്ടന്റെ കൂടെ ജീവിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നതാ ഞാൻ. ഈ കുട്ടി ഉദ്ദേശിക്കുന്നത് ഈ മിമിക്രി ഒക്കെ ചെയ്യുന്ന കലാഭവനിലൊക്കെ വന്ന അതേ കലാഭവൻ പ്രചോദ് അതന്നെ. മോള് എന്ത് ധൈര്യത്തിലാ ഇറങ്ങി വന്നത്? യോ പ്രചോദേട്ടൻ എന്നെ എന്നും വിളിക്കാറുണ്ടായിരുന്നു. ലക്ഷ്മി ചേച്ചി. അതെ ഞാൻ പറയാം, പക്ഷെ ക്യാമറയിൽ അല്ല ഒരു കാര്യം പേഴ്സണലി സംസാരിക്കണമെന്നുണ്ടെങ്കിൽ we can give a break for them. അല്ല എന്താ കാര്യം അറിയട്ടെ നമ്മള് പിന്നെ പറയാം. ഇങ്ങനെ പരസ്യമായിട്ടൊക്കെ പറഞ്ഞു ഉമ്മ എന്താ കാര്യം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം എനിക്കൊരു കോള് വന്നായിരുന്നു. അപ്പൊ ഞാൻ എടുത്ത് സംസാരിച്ചപ്പോ പ്രചോദാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പ്രചോദാണ് എന്നോട് വേറൊരാളുടെ പേരാ ചോദിച്ചത്. അപ്പൊ ഞാൻ അല്ലാന്ന് പറഞ്ഞ് കട്ട് ചെയ്തു. കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോ എനിക്കൊരു സംശയം, ഈ ശബ്ദം നല്ല പരിചയമുണ്ട്. അപ്പൊ എനിക്ക് മുന്നേ പ്രചോദേട്ടനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എസ്പെഷ്യലി പ്രചോദേട്ടന്റെ മുടി അപ്പൊ ഞാനാണെങ്കിലേ എനിക്ക് ആകാംക്ഷ കൂട്ടിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു പ്രചോദേട്ടനെ. വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു ഇത് കലാഭവൻ പ്രചോദാണോ എന്ന് ചോദിച്ചപ്പോ അതേ കലാഭവൻ പ്രചോദാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഒന്നും അറിയാതിരിക്കുന്നു. എന്നിട്ട് ഞാൻ രാത്രി ഒരു ഹായ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് അയച്ചു. അപ്പൊ എനിക്ക് ഹൂയി എന്ന് പറഞ്ഞ് തിരിച്ചൊരു മെസ്സേജ് വന്നു. ഹൂയി വരാൻ സാധ്യത. എന്നിട്ട് പിന്നെ അങ്ങനെ സ്ഥിരം ചാറ്റിങ് ആയി. ഇപ്പൊ ഒരാഴ്ച കൊണ്ട് ഞങ്ങള് സ്ഥിരമായിട്ട് ചാറ്റ് ചെയ്യും, വാട്സാപ്പിൽ കോൾ ചെയ്യും, അല്ലാതെ കോൾ ചെയ്യും, സംസാരിക്കും. എന്റെ സിന്ധു വല്ല സ്കിറ്റൊക്കെയാണ് നമുക്ക് വെളിയിൽ മാറി നിന്ന് സംസാരിക്കാം. ചുമ്മാ വന്നിട്ട് ഈ ഒരു പ്രചോദായിട്ട് അവരൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇതിപ്പോ റെക്കോർഡൊന്നും ചെയ്യുന്നില്ലല്ലോ. ഇതെന്ത് എന്നോട് ഇങ്ങനെ പറയില്ല. ഞാൻ പ്രചോദേട്ടനെ വിശ്വസിച്ചല്ലേ ഇറങ്ങുന്നത്. ഞാനങ്ങനെ വിളിച്ചിട്ടില്ല സിന്ധു. ഞാനങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വിളിച്ചെന്ന് പറഞ്ഞ കുഴപ്പമില്ല. പ്രചോദേട്ടൻ തന്നെയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, സംഭവം ഇപ്പൊ നമ്മള് കോമഡി മാസ്റ്റേഴ്സ് ആണ്, തമാശ പറഞ്ഞു പോവാണെങ്കിൽ ഒരാളെ ഡിഫൈൻ ചെയ്യുന്ന രീതിയിലാണ് ഇത് പോകുന്നത്. സിന്ധു ഒരു മിനിറ്റ്. സിന്ധു ചിലപ്പം ആള് മാറിയതായിരിക്കും. എനിക്ക് പ്രചോദേട്ടൻ വോയിസ് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. ഒരു തെളിവ് കാണിച്ചു. വോയിസ് മെസ്സേജ് കാണിക്കും. എല്ലാരും ഈ ട്രെൻഡ് ആണല്ലോ, വോയിസ് എന്റെ ഉണ്ട് അത് എന്റെ ഞാൻ കേൾപ്പിക്കാം. ഞാൻ വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ടോ? സിന്ധു ഞാൻ ഇപ്പം ഷൂട്ടിലാണ്, കോൾ എടുക്കാൻ പറ്റില്ല. ഞാൻ അങ്ങോട്ട് തിരിച്ചു വിളിച്ചോളാം കേട്ടോ. ഇനി നിങ്ങൾ പറയേ. അത് ഒറിജിനല, ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് തോന്നുന്നു. ഇനി ഒന്നും വേണ്ട. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താന്ന് പറയാ, എന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേടാ. അതൊക്കെ പറയേണ്ടവർ നേരത്തെ വിഷ് ചെയ്തു. ഇന്ന് രാവിലെയും കൂടി എനിക്ക് പ്രചോദേട്ടൻ എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചു എനിക്ക് ബർത്ത്ഡേ വിഷ് ചെയ്തിട്ട്. സിന്ധു, ഞാൻ അറിഞ്ഞു ഇന്ന് ബർത്ത്ഡേ ആണെന്ന്. ഞാൻ ആദ്യം തന്നെ ഞാൻ വിഷ് ചെയ്യാണ്, ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് സന്തോഷവും ഒരുപാട് സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ. എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് പറയുകയാണ്, വളരെയധികം സ്നേഹത്തോടെ പ്രേമത്തോടു കൂടി പറയുകയാണ്, ഹാപ്പി ബർത്ത്ഡേ. ഓക്കെ സിന്ധു. അപ്പൊ പ്രചോദേട്ടൻ എനിക്ക് എന്തോ സർപ്രൈസ് തരാന്ന് പറഞ്ഞു. പക്ഷെ പ്രചോദേട്ടന് സർപ്രൈസ് ആയിട്ടാ ഞാൻ വന്നേ. ഇത്
ഞാൻ ആ കാര്യം പറയട്ടെ. പ്രചോദേട്ടൻ, നമുക്ക് അല്ലല്ല പോവാം. ഇല്ലല്ല ഇത് ഞാനൊന്നുമല്ല. ഇത് അങ്ങനെ ഇത് നടക്കുന്ന കേസല്ല. ഇത് ചുമ്മാ അല്ല, ഈ ഒരു കാര്യം ചെയ്യ്. നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ ഒന്ന് വിളിച്ചേ ആ സിന്ധുവിന്റെ ശരിയല്ല, നമ്മള് വിളിച്ചാ പോരെ. ഞാൻ മെസ്സേജ് അയച്ചിരിക്കും. ഞാൻ അയച്ച നമ്പർ ഞാൻ വിളിക്കാം. ഒന്ന് വിളിച്ചേ. ഹലോ ആ ഹലോ ആ മോളെ ഞാൻ ഷൂട്ട് ചെയ്യണം കേട്ടോ. ഞാൻ അങ്ങോട്ട് വിളിക്കാം. ആ ഓക്കെ മോളെ. എവിടെ എന്റെ ഫോൺ ഇവിടെ ഇരിക്കുമല്ലേ? ഞാൻ എങ്ങനെ വിളിച്ചെന്ന് പറയുന്നത്? അല്ല അപ്പം നിങ്ങളെ പറ്റിക്കുവാ. ഇതാണ് എന്റെ പ്രചോദട്ടൻ. ഇത് ഡ്യൂപ്ലിക്കേറ്റ് അപ്പൊ ഇത് ഡ്യൂപ്ലിക്കേറ്റാ. എന്റെ ഫോൺ ഇവിടെ ഇരിക്കല്ലേ, പിന്നെ എങ്ങനെയാണ് ഞാനിപ്പോ വിളിക്കുന്നു പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇല്ല, എന്റെ പ്രചോദട്ടനാണ് എന്നെ വെറുതെ പറ്റിക്കണ്ട. ഇത് ചുമ്മാ പ്രചോദട്ട പോവാം. ഞാൻ ചോദിച്ചു, ഇപ്പൊ നമ്മള് ഫോണിൽ വിളിച്ചപ്പോ അദ്ദേഹമാണോ എടുത്തത്? അല്ല. അതെ. അപ്പൊ താങ്കൾക്ക് ഇല്ല, മാറിപ്പോയത് നിങ്ങളൊക്കെ കൂടി ചേർന്ന് എന്നെ എന്തോ പറ്റിക്കുവാ. പ്രചോദട്ട പോവാം. വാ എന്റെ സിന്ധു, ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാനല്ല. ഞാൻ അങ്ങനെ വിളിക്കാറില്ല. ഞാൻ പ്രചോദേട്ട ഇത്രയും സിനിമയിലൊക്കെ കല്യാണ ചെറുക്കനായിട്ട് അഭിനയിച്ച പ്രചോദേട്ടനെ എന്റെ കല്യാണ ചെറുക്കനായി കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന പ്രചോദേട്ടൻ. സിന്ധുവിന് ആള് മാറിയതാണ്, അല്ലെങ്കിൽ സിന്ധുവിനെ ആരെങ്കിലും പ്രാങ്ക് ചെയ്തോണ്ടിരിക്കുകയാണ്, പറ്റിച്ചോണ്ടിരിക്കുകയാണ് എടുത്തോ പ്രചോദന്റെ പേരിൽ. അങ്ങനെയൊന്നും എന്നെ ഈ സിന്ധുവിനെ അങ്ങനെ ആർക്കും പറ്റിക്കാൻ പറ്റത്തില്ല. പറ്റിക്കാൻ പറ്റും. സോറി. ഹലോ ഗൈസ്, സിന്ധു സോറി. ഐ ആം ഡൊമസ്റ്റിക് പ്രാങ്കൻ പ്രാന്തോ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിലൂടെ പ്രാങ്ക് ചെയ്യുന്ന പരിപാടിയായിട്ട് നടക്കുന്ന ആളാണ്. ഹാപ്പി ബർത്ത്ഡേ. കണ്ടോ, ഹാപ്പി ബർത്ത്ഡേ. ഇതിന്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ഇതൊരു പ്രാങ്ക് ആയിരുന്നു. സിന്ധുവിന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, രമ്യ, കുവൈറ്റിലുള്ള. അപ്പൊ കുവൈറ്റിലുള്ള രമ്യ വിളിച്ചിട്ട് പറഞ്ഞു സിന്ധുവിന് ഇന്ന് പ്രാങ്ക് ചെയ്യണം, ഇന്ന് ബർത്ത്ഡേ ആണ്. അപ്പൊ പ്രജോദ് ഭായിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആണ്, മുടിയൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഇഷ്ടപ്പെട്ട ഒരാളെ ഇവരുടെ സൗണ്ടിൽ നമുക്ക് കുറെ നാളുകൊണ്ട് നമ്മൾ ട്രൈ ചെയ്യാണ് ഇങ്ങനെ പറ്റിക്കാൻ വേണ്ടി. എന്റെ സിന്ധു ഇതില് വരുമോ ടിവിയിലൊക്കെ? ഞങ്ങളിവിടെ റെക്കോർഡ് ചെയ്തിരിക്കും. ഇത് കാണത്തില്ലയോ? ഇത് യൂട്യൂബിൽ വരുന്നുണ്ടാവും അല്ലേ? അതെ യൂട്യൂബിലെ പ്രാങ്ക് പരിപാടിയാണല്ലോ. എന്തായാലും എന്റെ നമ്മുടെ ചങ്കൊന്ന് പാളിയോ. അതാണ് സഡൻ നമ്മൾ ഇതിന്റെ ക്ലൈമാക്സിൽ നമ്മൾ കയറി വരാൻ. അത് നന്നായി, അല്ലെങ്കിൽ വേറെ ക്ലൈമാക്സ് ആയി പോയാലേ. അല്ല, അപ്പൊ സൗണ്ട് ചെയ്തത് ആരായിരുന്നു? സൗണ്ട് ചെയ്ത എന്റെ ഫ്രണ്ടാണ് സജി. ഇത് ഇദ്ദേഹമാണ് സൗണ്ട് എടുത്തത്. പിന്നെ ഇതൊക്കെ ഉണ്ട്. സുഖാണോ? തിരിച്ചു പറ. ആ സുഖമായിട്ടിരിക്കുന്നു. ഒന്നും പറയാതെ. അല്ല, ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഇതാണ് ആ കക്ഷി സജി. അപ്പൊ ഏതായാലും വളരെ സന്തോഷം. ഞങ്ങളുടെ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ചേച്ചി. താങ്ക് യു. ഓക്കെ, താങ്ക് യു. ശരി, ബൈ. അല്ല, അങ്ങനെ ഇപ്പൊ പോയ എങ്ങനെ ശരിയാവും? ഇതിനൊരു സമാധാനാക്കിട്ട് പോയാൽ മതി. ഇനി ഇതിന് ഞാനെന്ത് സമ്മാനം ഉണ്ടാക്കാൻ? ഇതൊരു പ്രാങ്ക് വീഡിയോ ആണ്. നമ്മൾ അങ്ങനെ ചെയ്യുന്നു, നിങ്ങളോട് നമ്മൾ കാര്യങ്ങൾ തുറന്നു പറയുന്നു. ഇതൊക്കെ എല്ലാവർക്കും സംഭവിക്കുന്ന കാര്യമാണ്. ഇത് യൂട്യൂബ് ചാനലാണ്, മനസ്സിലാക്കണം. ചേച്ചി, എന്റെ കെട്ടിയോന്റെ കയ്യിൽ ഞാൻ ഒരു കത്ത് എഴുതി കൊടുത്തിട്ടാ ഞാൻ വന്നത്. ഞാൻ പ്രചോദ കലാഭവന്റെ കൂടെ ജീവിക്കാൻ പോണെന്ന് പറഞ്ഞിട്ട്. എന്ത് കാര്യത്തിന്? പിന്നെ ഇത്രയും ദിവസം എന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുമ്പോ ഞാൻ പിന്നെ ഇറങ്ങി വരൂലേ? എന്റെ പൊന്നു, ഇത് എന്റെ ഭർത്താവ് ഇപ്പൊ അതെടുത്ത് വായിച്ചു കാണും. എന്നാ വേഗം തിരിച്ചു ചെല്ലേ. എനിക്കൊന്നും പറ്റൂല അങ്ങ് പോവാൻ. യൂട്യൂബ് ചാനൽ പ്രാങ്ക് വീഡിയോ ഉള്ളതാണ്. എല്ലാം ഇഷ്ടം പോലെ ചാനലുണ്ടല്ലോ. നിങ്ങൾ പ്രാങ്ക് കാണിക്കുന്നത്. എന്റെ പൊന്നു പെങ്ങളെ, ഒരു കാര്യം ചെയ്യും. ഞാൻ നിങ്ങളുടെ ഭർത്താവിനെ വിളിച്ച് കാര്യങ്ങൾ പറയാം. ഞാനാണ് സംസാരിച്ചത്. നിങ്ങൾ പറഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞാലൊന്നും ശരിയാവില്ല. ഇതിന്റെ ഓണറല്ലേ ഇപ്പൊ വിളിച്ച് പറഞ്ഞാൽ ശരിയാവില്ലേ? എനിക്ക് ഒരു മുരടനാണ്. നിങ്ങൾ പറഞ്ഞാലൊന്നും ശരിയാവൂല. ഇതിപ്പോ എന്താ അല്ല, അതെ, ഒരു കാര്യം ചെയ്യാം. പ്രചോദാണല്ലോ ഇതിനകത്തൊരു കാരണമായിട്ട് വന്നേക്കുന്നത്. ഒറിജിനൽ പ്രചോദനെ വിളിച്ച് കാര്യം പറഞ്ഞ ഓക്കെ. പ്രചോദനെ വിളിച്ചിട്ട് പറയാം ഇതൊരു പ്രാങ്ക് ആയിരുന്നു, പ്രചോദനല്ല ഇവരുടെ ഒരു പ്രാങ്ക് ആയിരുന്നു എന്നുള്ള രീതിയിൽ. അല്ല, ഞാൻ പറയാം. പക്ഷെ ഞാൻ ഡയറക്റ്റ് വിളിക്കാം. അജി വിളിച്ചിട്ട് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ. അല്ല, ഇപ്പൊ ഞാൻ ഡയറക്റ്റ് വിളിച്ചാൽ മതി. നമ്പർ പറഞ്ഞാൽ മതി. 9895354565. അജി വിളിച്ചിട്ട് എന്റെ തന്നാ മതി. അല്ല, ഞാൻ ഡയറക്റ്റ് വിളിച്ച് പറഞ്ഞ പുള്ളിക്ക്. അതെ അല്ല, പറ്റിപ്പോയി. പിന്നെ ഇങ്ങനെ ഒരു പ്രാങ്ക് ആദ്യമായിട്ടാണ്. ഹലോ ഹലോ, സിന്ധു എന്ന് പറഞ്ഞ കുട്ടിയുടെ ഹസ്ബൻഡാണോ? അതെ. അങ്ങനെ സംഭവിച്ചു പോയി. ഞാന് എന്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന്റെ കൊടുക്കാവേ. കലാഭവൻ പ്രചോദം എന്ന് പറയും. എന്തോ ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ. അപ്പൊ നായക അവിടെ ഉണ്ട്. എടാ, നമസ്കാരം. നമസ്കാരം. ഞാൻ പ്രചോദാണ്, കലാഭവൻ പ്രചോദായിരുന്നേ. അപ്പൊ അവസാനം നീ വിളിച്ച്. അല്ല, നീ വിളിച്ചല്ലേ, മതി, അത് മതി. പറ, കാര്യം പറഞ്ഞു. എന്റെ സൗണ്ടിൽ ആരോ ചേട്ടന്റെ വൈഫിനെ സിന്ധുവിനെ പറ്റിച്ചിട്ടേ എന്തോ കുറെ വാട്സപ്പ് മെസ്സേജ് ഒക്കെ അയച്ചു. അപ്പം ഇന്നത്തെ സിന്ധു നമ്മുടെ ഈ കോമഡി മാസ്റ്റേഴ്സിന്റെ ഫ്ലോറിൽ വന്ന് നിൽക്കുകയാണ്. നമ്മുടെ യൂട്യൂബേഴ്സ് എന്തോ പ്രാങ്ക് ചെയ്തതാണ്. അങ്ങനെ പറ്റി ഒരു അബദ്ധം പറ്റി ആ കുട്ടി ഇവിടെ വന്ന് നിൽക്കുകയാണ്.
അല്ല ഇത് ഭ്രാന്താണെന്ന് എനിക്ക് മനസ്സിലായത്. എന്ത് തരം ഭ്രാന്താണെന്ന് എന്റെ മാന്യത എന്നെ കൊണ്ട് പറയിക്കാൻ തോന്നുന്നില്ല. അല്ല പക്ഷെ പ്രാന്തല്ലേ, എന്തായാലും അവള് വന്നല്ലോ. അല്ല പ്രാന്തല്ലേ ഏട്ടാ, കുട്ടിയെ സിന്ധുനാരെ പറ്റിച്ചാണ്, യൂട്യൂബേഴ്സ് പറ്റിച്ചാണ് അവരൊരു ബർത്ത്ഡേ. അല്ല സിന്ധുവിനെ പറ്റിച്ചതല്ല, നിങ്ങളെ രണ്ടുപേരും കൂടെ എന്നെ പറ്റിച്ചതാണ്. അല്ല ഏട്ടാ, ഇത് എന്റെ വോയിസിൽ അവരെ ഇങ്ങനെ സിന്ധുവായിട്ട്, കാരണം സിന്ധുവിന്റെ പ്രോഗ്രാംസ് ഒക്കെ കാണാറുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് സംസാരിച്ചത്. അപ്പൊ അവരിടയ്ക്കിടയ്ക്ക് വോയിസ് മെസ്സേജ് ഒക്കെ ഇട്ട് ബർത്ത്ഡേക്ക് ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിട്ട് അവർ ഫ്ലോറിലേക്ക് വിളിച്ചു വരും. എന്തായാലും എനിക്കിപ്പോ എല്ലാ പ്രൈസും മേടിച്ചോണ്ട് ഞാൻ ഇവിടെ നിൽക്കേണ്ടി. ഇനിയിപ്പോ നിങ്ങളെ പാടായി. അവളവിടെ വന്നിട്ടുണ്ടല്ലോ, സിന്ധു അവിടെ വന്നിട്ടുണ്ടല്ലോ. വന്നിട്ടുണ്ട്, ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളങ്ങ് ആയിക്കോ. ഇനി ഞാനോ എന്റെ കുടുംബക്കാരോ ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇനി പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ എവിടെയെങ്കിലും വരണമെങ്കിൽ ഞാൻ വരാം. ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഇനി ഇങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളെ കുട്ടിയുടെ ഭർത്താവല്ലേ പിന്നെ? അല്ലല്ല, എന്നോടൊപ്പം ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ അവള് നിങ്ങളുടെ അടുത്ത് വന്നപ്പോ നിങ്ങളുടെ ഭാര്യയാണ്. ഇനി നിങ്ങളായിക്കോ, ഞാൻ ഇതിലില്ല. അല്ലേടാ, ഇത് അബദ്ധം പറ്റിയതല്ലേ? കട്ടായി. ഇത് കുഴപ്പമാവൂല്ലോ. ഉമ്മനും പോയാ? പോയി. അവര് മുങ്ങി. ഞാൻ എന്തോ ചെയ്യും ചേച്ചി. എന്നാലും എന്നെ സിന്ധു ഇങ്ങനെയൊക്കെ ഒരാഴ്ച മെസ്സേജ് അയച്ച ഉടനെ കൂടും കിടക്കാൻ കെട്ടി പോരുവാണോ വേണ്ടത്? അയ്യോ, ഇതൊന്നൊരു വീണ്ടും വിചാരം ഇല്ലാതെ സിന്ധു ഇങ്ങനെ പെരുമാറുന്നേ. ഞാൻ വീട്ടിൽ പോവാനപ്പൊ തിരിച്ച് വീട്ടിൽ പോവും. അതെ, കാലേ വീണ് കഴിഞ്ഞാ അതെ, പറഞ്ഞ് മനസ്സിലാക്കി. എന്നിട്ട് ഈ എപ്പിസോഡ് ഇട്ട് കാണിക്കും യൂട്യൂബിൽ. സിന്ധു എന്തായാലും ഒരു കാര്യം ചെയ്യ്. നല്ല ഐഡിയ. സിന്ധു ഒരു കാര്യം ചെയ്യും, അവിടെ ഇരിക്കേ. എന്റെ ഒരു സുഹൃത്തുണ്ട് പോലീസ്, ഞാൻ പുള്ളിയെ വിളിച്ചിട്ട് വേണ്ട പോലെ അറേഞ്ച് ചെയ്ത് തരാം. അതായിരിക്കും നല്ലത്. എന്തൊരു കാര്യം ചെയ്യാം, ബാഗൊക്കെ എടുത്ത് അവിടെ സൈഡിൽ എവിടെങ്കിലും പോയിരിക്കുകയാണ് അല്ലേ? അതെ, അതാ നല്ലത്. ഹാപ്പി ബർത്ത്ഡേ. ഈ അവസരത്തിൽ പറയാൻ പറ്റുന്നല്ലായിരുന്നു, അതെ. എന്നാലും ചെല്ലട്ടോ. ഹാപ്പി ബർത്ത്ഡേ. അവിടെ എവിടെയെങ്കിലും ഇരിക്കാം. എന്നിട്ട് നമുക്ക് ഇത് കഴിഞ്ഞിട്ട് ഭർത്താവായിട്ടും സംസാരിച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വിളിച്ചാ വരാത്ത മനുഷ്യനാ. അല്ല ഒന്നുമില്ല, ഒരു സംഭവം ഇത് പ്രാങ്ക് ഒക്കെയാണ്. എന്നാലും വരുമോ, നമുക്ക് ഒരുമിച്ച് പോയി ജീവിക്കാം. അല്ല ഒരു മിനിറ്റ്, ഈ എപ്പിസോഡ് കഴിയുന്നവരെങ്കിലും നമ്മൾ എപ്പിസോഡ് കഴിക്കൊണ്ടിരിക്കട്ടെ. ഞങ്ങൾ പൈസ കൊടുത്തോ പ്ലീസ്. ഹലോ, അതെ സൈക്കാട്രിസ്റ്റ് ചാക്കോയാണ്. നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ആളിനെ ഇങ്ങ് എത്തിച്ചാ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. സൈക്കാട്രിസ്റ്റ് ചാക്കോയെ അറിയാലോ. ഓക്കെ. ആളെ ഇങ്ങ് എത്തിച്ചാ മതി. പ്രശ്നം പരിഹരിക്കാനിരിക്കുന്ന ഒരാള് സൈക്കാട്രിയുടെ ബോർഡും വെച്ച് ഇരിപ്പുണ്ട്. എന്റെ മനുഷ്യ, വിവരമുള്ള ആരെങ്കിലും നിങ്ങളെ കാണാൻ വരുവോ? അങ്ങനെ ആരെങ്കിലും വന്നാ തന്നെ നിങ്ങളെ ആരുടെയെങ്കിലും ഒരു രോഗം ഒന്ന് ഭേദപ്പെടുത്തിയിട്ടുണ്ടോ ഇതുവരെ? അത് ശരിയാത്. ചേച്ചിനെ കല്യാണം കഴിഞ്ഞിട്ട് 10-28 കൊല്ലം ഇതുവരെയായിട്ട് ചേച്ചീനെ ഒന്നും ഭേദമാക്കാൻ പറ്റിയിട്ടില്ല. എന്ത് വർത്താനാടേ പറയണേ? ഞാൻ ഡോക്ടറുടെ കുറ്റം പറഞ്ഞാണ്. ആ അങ്ങനെ പറ. ഞാനേ നല്ല തറവാട്ടി പിറന്ന ആളാ. എന്നെ ഇങ്ങോട്ട് കെട്ടിച്ചുവിടുമ്പോഴേ എന്റെ വീട്ടില് 100 എരുമ ഉണ്ടായിരുന്നു. ഇപ്പൊ 99 തന്നെ ഉള്ളൂ. ഒരെണ്ണം അവരെനിക്ക് തന്നു വിട്ടില്ലേ? മനുഷ്യ, കഞ്ഞി അടുപ്പത്ത് കിടന്ന് തിളയ്ക്കുന്നുണ്ട്. തിളച്ച കഞ്ഞോളം മോന്തക്ക് വീഴുണ്ടെങ്കിലേ മിണ്ടാതിരുന്നോളണം അവിടെ. പോയോടാ? പോയി. ഒരാള് വന്ന് പുറത്തു പോയിട്ടുണ്ട്. എന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തോ? അപ്പോയിന്റ്മെന്റാ? എന്തിന്? ഞാൻ കയറി വരാൻ പറയാം. സർ, ഒരാളുടെ ഉച്ച വന്നിരുന്നിട്ടോടാ മേയ് കമിൻ ചോദിക്കുന്നത്. അവിടുന്ന് ചോദിച്ചിട്ട് വാ. എക്സ്ക്യൂസ് മീ ചേർത്തോട്ടെ? കൈ നിട്ട് കളിച്ചോ. ശീലിച്ചു പോയതാ. ആയിക്കോട്ടെ. എക്സ്ക്യൂസ് മീ. യെസ് കമിൻ സർ. മേയ് കമിൻ. തൈക്കാട്ടുശ്ശേരി. തൈക്കാട്ടുശ്ശേരിയോ? അതാ പിന്നെ നിങ്ങള് മാറിപ്പോയതാ. കുറച്ച് നാളുകളായിട്ട് ഞാൻ ഭയങ്കര പ്രശ്നത്തിലാ. ഈ പ്രശ്നം ഇങ്ങനെ ഓർക്കുമ്പോ എനിക്കൊരു വല്ലാത്ത വിഷമം വന്നു തുടങ്ങി. ഉള്ളിന്ന് വിഷമം? ഉള്ളിന്ന് നല്ല വിഷമം വരുന്നുണ്ട്. കരയാൻ തോന്നുന്നുണ്ടോ? ഇല്ല. കരയണം. നമ്മൾ ഉള്ളിൽ വിഷമങ്ങൾ ഉണ്ടെങ്കിൽ ആരും കാണാതെ ഒന്ന് പൊട്ടിക്കരയണം. നമ്മൾ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ അലിഞ്ഞങ്ങ് ഇല്ലാതെ. അല്ല, എനിക്ക് പ്രശ്നമുണ്ട്, അതിനോർത്ത് വിഷമമുണ്ട്, പക്ഷെ കരയണോന്ന് എനിക്ക് തോന്നുന്നില്ല. കരഞ്ഞോളൂ. ശ്രമിച്ചു നോക്കൂ, കരയാൻ പറ്റും. ഇതെന്താ ഇത്? സാറിന്റെ മുമ്പിൽ എക്സ്പ്രഷൻ ഇട്ടതാ. ഞാൻ പ്രിയദർശനല്ല, സൈക്കാട്രിസ്റ്റ് ആണ്. എക്സ്പ്രഷൻ ഇടാൻ കരയാൻ ശ്രമിക്കും. എനിക്ക് കരയണം. കരയൂ. കെട്ടിപ്പിടിച്ച് കരഞ്ഞോളൂ. വിഷമം എല്ലാം കരഞ്ഞു തീർക്കും. പുതിയ ഷർട്ടാണ്, കണ്ണീരൊക്കെ മൂക്കളറിഞ്ഞ് തേക്കുന്നത്. വിഷമം തീർന്ന? എനിക്കെന്ത് വിഷമം? അല്ല, ഞാൻ കരഞ്ഞിട്ട് സാറിനറിഞ്ഞില്ല വിഷമം? പിന്നല്ലാതെ ഒരു താല്പര്യമില്ലാതെ എന്നെ പിടിച്ച് വെറുതെ കരയിപ്പിച്ചിട്ട്. രാജു, അപ്പൊ സാറേ, ഞാൻ പറഞ്ഞു വന്നത്, എന്റെ ഭാര്യയ്ക്ക് കുറച്ച് നാളുകളായിട്ട് ഒരു മാനസിക ഒരു വിഭ്രാന്തി.
ചില മാറ്റങ്ങൾ കണ്ടുവരുന്നുണ്ട്. എന്ത് മാറ്റം? അതായത് ചിലപ്പോ ചിരിക്കും, ചിലപ്പോ കരയും. എടോ, ചിരിക്കേണ്ട സമയത്ത് ചിരിക്കുകയും കരയേണ്ട സമയത്ത് കരയുകയും ചെയ്യുന്നവനാണ് മനുഷ്യൻ എന്ന് പറയുന്നത്. അത് മനുഷ്യര്. പക്ഷെ ഇവള് അങ്ങനെയല്ല. പിന്നെ ഞാനേ ഒരു കോമഡി പറഞ്ഞു വിചാരിക്കും. കോമഡി പറയൂ. ചാനലിലൊക്കെ സ്റ്റാൻഡപ്പ് കോമഡി. സ്റ്റാൻഡപ്പ് കോമഡി. സ്റ്റാൻഡപ്പ് പറയടാ കോമഡി. എന്നൊരു കാര്യം ചെയ്താണ്, ഞാൻ അവളോട് പറഞ്ഞ കോമഡിയില്ലേ അത് തന്നെ ഞാൻ ഇവിടെ പറയാം. കോമഡി സുമേ, കോമഡി സ്റ്റാൻഡപ്പ് കോമഡി ആക്കണമെങ്കിൽ വാ. കോമഡിയാ? കോമഡി ആര് പറയുന്നു? പുള്ളി സ്റ്റാൻഡപ്പ് കോമഡിയൻ. തന്നെ? പിന്നെ ഒരു ദിവസം ഞാൻ നമ്മുടെ രാഘവൻ ചേട്ടന്റെ മോൻ സുരേഷ്. ഒരു മിനിറ്റ്. പറയണേക്ക് ഞാൻ രാഘവൻ ചേട്ടന്റെ മോൻ സുരേഷിന്റെ കല്യാണത്തിന് പോയി. അപ്പൊ അതുകൊണ്ട് വരനുണ്ട്, ഞാനുണ്ട്, എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഞാൻ വരനെ നോക്കിയിട്ട് ഞാൻ അവരോട് പറഞ്ഞേ, സുരേഷ് ഇത് തീറ്റ മത്സരമല്ല, കല്യാണ വീടാണ്. മീൻ വറുക്കാൻ അടുപ്പേലിട്ടിരിക്കുന്നു. ഇല്ലെങ്കി ഈ ചട്ടകം കൊണ്ട് നിങ്ങളുടെ നെറുകന്തല ഞാൻ അടിച്ചു പൊളിച്ചേനെ. കോമണി. വായൊന്ന് വിളിച്ച് വായിക്കകത്ത് നാക്കല്ലേ കിടക്കണത്, അല്ലാതെ പഴമല്ല. ഒന്ന് ചിരിച്ചൂടെ? അവന്റെ ഒരു അളിഞ്ഞ സ്റ്റാൻഡപ്പ് കോമഡി ഇനി മേലെ പറഞ്ഞു കൊടുത്ത്. സിറ്റ് ഡൗൺ. എന്റെ സാറേ, അവർക്ക് എന്നെ മുടിഞ്ഞ സംശയം. ഈ സംശയം മാറ്റാൻ സംശയം മാറ്റാൻ ഒരു സംഭവം ഉണ്ട്. യോഗ ചെയ്യണം. ഒന്നും ചെയ്യുമെന്ന് എനിക്ക് വലിയ താല്പര്യം. അവളല്ല, താങ്കൾ ചെയ്യണം. നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ഈ ഭാര്യ നമ്മുടെ നെഞ്ചിൽ ഇങ്ങനെ ചാഞ്ചി കിടന്നിട്ട് നമ്മളോട് ചോദിക്കും, നിങ്ങൾക്ക് ഞാനല്ലാതെ വേറെ ഏതെങ്കിലും ഒരു സ്ത്രീയുമായി ബന്ധമുണ്ടോ എന്ന്. ഇല്ലെന്ന് ഞാൻ കള്ളം പറയും. ഉത്തരത്തിനല്ല പ്രാധാന്യം, പിന്നെ നെഞ്ചിടിപ്പിനാണ്. അത് കൺട്രോൾ ചെയ്യാനാണ് യോഗ ചെയ്യണമെന്ന് പറഞ്ഞത്. ഞാൻ കുത്തിയിരുന്ന് പ്രാക്ടീസ്. അത് നിന്റെ ആരോഗ്യത്തിന് നല്ലതാണ്. ഭാര്യ വന്നിട്ടുണ്ടോ? പുറത്ത് ഇപ്പുണ്ട്. വിളിക്കൂ. വിളിച്ചാ വരത്തില്ല. അതെന്താ? പക്ഷേ ഞാൻ എന്തിനാണ് ഇവിടെ കേറി വന്നെന്ന് അറിയാൻ വേണ്ടിട്ട് അവള് കേറി വരും. എന്നാലും ഒന്ന് വിളിച്ചു നോക്കോ. അല്ലല്ലോ, എവിടെ? പുറകേലുണ്ട്. എന്റെ പ്രകാരമില്ല. ആറിന്റെ പുറകേല്. എന്റെയോ? സാറേ, എന്റെ ചേട്ടന്റെ അസുഖം എന്താന്ന് കണ്ടുപിടിച്ചായിരുന്നു? അല്ല, പേടിക്കണ്ട. നമുക്ക് സാറേ, എന്റെ ചേട്ടന്റെ അസുഖം എന്താന്ന് കണ്ടുപിടിച്ചായിരുന്ന? അല്ല, അത് നമ്മൾ നോക്കി സാറേ, എന്റെ ചേട്ടന്റെ അസുഖം എന്താന്ന് കണ്ടുപിടിച്ച പഠിക്ക്. നേരത്തെ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ല. ഇരിക്കൂ. എന്തായി കസേരയുടെ മേളിൽ കയറി ഇരിക്കുന്നത്? വീട്ടിൽ അവൾ എന്റെ തലയിൽ കയറിയിട്ടായിരിക്കണത്. ഇരിക്കണ്ട, എഴുതിരുന്നാ മതി. അവന്റെ കസേരയുടെ മേളിൽ കയറി നിൽക്കുന്നു. വെച്ചേ മര്യാദക്ക് ഇരിക്കും അവിടെ. എനിക്കല്ല കുഴപ്പം, ചേട്ടനാ. എനിക്ക് മനസ്സിലായി വരുന്നുണ്ട്. നോക്കൂ, ആർക്കാണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായി. അതെ, ഇത് കിളി പോയതാ. ഇത് കിളി കൂടും മുട്ടയടക്കം എടുത്തോണ്ട് പോയതാ. ഇരുന്നു. മനസ്സിലായി. രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല. മനസ്സിലായി. ഒരു പ്രശ്നമില്ലെന്ന് മനസ്സിലായി. എനിക്കൊരു കുഴപ്പമില്ല, ചേട്ടനാണ് കുഴപ്പം. ഓക്കെ. എനിക്കാണോ പ്രശ്നം? എനിക്കാണോ പ്രശ്നം? എനിക്കോ? എനിക്കാണല്ല, എനിക്കാണോ പ്രശ്നം? എനിക്കോ? മറ്റേ മനസ്സിൽ താഴെ അടിപൊളി. ഇനി അവ കൊണ്ട് വരട്ടെ. ഇരിക്കെ. കുട്ടിയുടെ ഭർത്താവിനെ എങ്ങനെ കാണുന്നു? മീശയുണ്ട്, താടിയുണ്ട്, തലയിലും മുടിയില്ല, കഷണ്ടിയാണ്. സാറിന് ഇനി എന്താ എങ്ങനെ കാണുന്നത്? മുടിയുണ്ടാ? ഇനി ഞാൻ കാണുന്നതിന്റെ കുഴപ്പമാണോ? ഇല്ല, ഒരു കുഴപ്പമില്ല. കുട്ടിയോട് ഞാൻ ചോദിച്ചിട്ടുമില്ല, കുട്ടി എന്നോടൊന്നും പറഞ്ഞിട്ടുമില്ല. ഇല്ലല്ലോ, ഒരെന്നാലും ഇല്ല. ഇരിക്കൂ. അതെ, നിങ്ങളുടെ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നത് എവിടെ വെച്ചാണ്? ബെഡ്റൂമിൽ വെച്ചിട്ടാ. നിങ്ങളെ വീട്ടിലല്ല, ഇവിടെ ബെഡ്റൂമിൽ തന്നെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്. അത് വേറെ കേസ്. ഈ ബെഡ്റൂമിൽ എങ്ങനെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്? എനിക്കൊന്ന് അറിയണം. വീട്ടിലേക്ക് പോവാ. എന്തിന്? ബെഡ്റൂമിൽ എങ്ങനെയാണ്? അയ്യോ, വീട്ടിൽ പോണ്ട. ഇതെല്ലാം നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം.
ഇവിടെ ബെഡ്റൂം എല്ലാം ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ അതിനുള്ള സൗകര്യമൊക്കെ ഇവിടെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എത്രയോ കപ്പിൾസ് ഇവിടെ വന്നിരിക്കുന്നു, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് പോയിരിക്കുന്നു. ID പ്രൂഫ് വേണോ? എടാ ഇത് സുഷമ്മ ലോഡ്ജ് അല്ല പട്ടി, എന്റെ വീടാണ്. ID പ്രൂഫോ? രാജു ഓ ആ ബെഡ്റൂം ഒന്ന് സെറ്റ് ചെയ്യൂ. ആ മക്കളെ ബെഡ്റൂം ഓക്കെ. ഇത് നിങ്ങളുടെ വീടാണെന്ന് സങ്കല്പിക്കുക. ഇത് നിങ്ങളുടെ ബെഡ്റൂമും. അപ്പൊ നിങ്ങൾ കിടക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ കിടക്കാൻ പോകുന്നത് ഒന്ന് കാണിച്ച്. നിങ്ങളുടെ വീടാണ്, ഞങ്ങളുടെ വീടാണ്, നിങ്ങളുടെ ബെഡ്റൂമാണ് കേട്ടോ. അതെ അല്ലേ? നോട്ട് ചെയ്തോളൂ. ബാക്കിയുള്ളവർ ഈ പണിയെടുത്ത് നാട് പടിഞ്ഞ് വരുമ്പോ ഒന്ന് കിടക്കണമെന്ന് വിചാരിച്ചു ഇങ്ങനെ കസർവിച്ച് പോലെയാണ് ബെഡ്ഷീറ്റ് എടുക്കണം. ഷീറ്റൊന്ന് വിരിച്ചിട്ട് അയ്യടാ താൻ പറയുമ്പോ അങ്ങ് വിരിക്കാൻ നിൽക്കണ പോടാ പറയാതെ വിരിച്ചിട്ട് കിടക്ക്. ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ തുടങ്ങണത്. ഇത് അവരുടെ പ്രശ്നമല്ല, താങ്കളുടെ പ്രശ്നമാണ്. എന്റെ പ്രശ്നം എടോ, ഈ സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്നതിനൊക്കെ ഒരു രീതിയുണ്ട്. അതെങ്ങനെ? അത് ഞാൻ കാണിച്ചു തരാം, കണ്ടു പഠിച്ചോളാം. ഓക്കെ, ഓക്കെ ശ്രദ്ധിച്ചോളാം. ഒന്ന് കിടന്നാൽ കൊള്ളാമെന്നുണ്ട്, പക്ഷെ ബെഡ്ഷീറ്റ് നമ്മൾ ആണുങ്ങൾ വിരിച്ചാൽ ശരിയാവില്ല. പെണ്ണുങ്ങൾ ബെഡ്ഷീറ്റ് വിരിക്കണം. ഓ എന്ത് ഭംഗിയാണെന്നറിയുമോ, എന്ത് വൃത്തിയാണെന്നറിയാമോ. പെണ്ണുങ്ങൾ എന്ത് ജോലി ചെയ്താലും ഒരു വൃത്തി ഉണ്ടാവും. നിങ്ങൾക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അയ്യോ അത് സിമ്പിൾ അല്ലേ? വേണ്ട ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഞാൻ പിടിക്കണം. അയ്യോ വേണ്ട വേണ്ട ഞാൻ വിരിച്ചോളാം. കേട്ടാ ഇത്രയുള്ള കാര്യം, ഇത്രയേ ഉള്ളു കാര്യം. ഇത്രയേ ഉള്ളു കാര്യം. ചേട്ടാ വാ കിടക്കാം. ബാ കിടക്കാം. അപ്പൊ ഞാനിപ്പോ ഇനി എന്ത് ചെയ്യണം? നിക്കണോ അതോ പോണോ? നീ നിന്റെ വീട്ടിലെ ബെഡ്റൂമിൽ നിന്നിട്ടോ ഇരുന്നിട്ടോ കിടന്നിട്ടോ വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പൊ ഇറങ്ങി വെളിയിൽ പോ. അയ്യോ എന്റെ ഭാര്യ കണ്ടെങ്കിൽ എന്നെ കൊന്നേനെ. എന്റെ പൊന്നു മോളെ, ഇത് ഡോക്ടറാണ്. അയ്യോ അപ്പൊ ഇത്ര നേരം ഞാനൊരു അന്യ പുരുഷന്റെ കൂടെയാണ് ഇവിടെ ഇരുന്നത്. കണ്ടോ ഇപ്പൊ എന്ത് മനസ്സിലായി? നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു അന്യ പുരുഷൻ കടന്നു വന്നപ്പോൾ ആ പെൺകുട്ടിയിൽ നിന്ന് ഒരു വികാരം ഉണ്ടായത് കണ്ടോ? ഇതിന്റെ അർത്ഥം എന്താണ്? ആ പെൺകുട്ടിയുടെ മനസ്സിനുള്ളിൽ സ്നേഹത്തിന്റെ നീരുറവയുണ്ട്. ആ നീരുറവ നീ കുത്തി പൊട്ടിക്കണം. ഒരു പിക്കാസോ കോടാലി കിട്ടുമോ? ഇപ്പൊ തന്നെ കുത്തി പൊട്ടിക്കാം. പൊന്നു ഡോക്ടർ വല്ലതൊക്കെ പറയാൻ വെട്ടി കൊല്ലോ കൊച്ചിനെ. ഇനി നിങ്ങൾ എങ്ങനെയാണ് ഈ ബെഡിൽ കിടക്കുന്നത്? അതാണ് ഞങ്ങൾക്ക് കാണേണ്ടത്. അത് കാണണം. രാത്രിയാണ്, നിങ്ങളുടെ വീടാണ്, നിങ്ങളുടെ ബെഡ്റൂമാണ്. കിടന്നോളൂ കിടന്നോളൂ, ഞാൻ അളവെടുക്കാം. അതിപ്പോഴേ വേണ്ട. ഇതെന്താ? ഞങ്ങൾ വീട്ടിൽ ഇങ്ങനെ കിടക്കണത്. ഞങ്ങൾ മുഖത്തോട് മുഖം നോക്കി കഴിച്ച കീരിയും പാമ്പുവാ. എത്ര കുട്ടികളുണ്ട്? 4 കുട്ടികൾ. മുഖത്തോട് മുഖം നോക്കിയാ കീരിയും പാമ്പും, 4 കുട്ടികളും. അവിടെ ഒരു ലോജിക്ക് പ്രശ്നമുണ്ട്. ലോജിക്ക് അടിക്കുന്നുണ്ട്. നമുക്ക് പിടിക്കാം. ലൈറ്റ് ഓഫ് ചെയ്യൂ. ആ ലൈറ്റ് ഓഫ്. നിങ്ങളുടെ ബെഡ്റൂമിൽ ലൈറ്റ് ഓഫ് ചെയ്യാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. ലൈറ്റ് ഓഫ് ചെയ്യൂ രാജു. ലൈറ്റ് ഓഫ് ആയി. ലൈറ്റ് ഓഫ് ചെയ്ത് അപ്പിങ്ങനെ ഞെട്ടി പോയി നടക്കൂ ഇങ്ങനെ. ഓ സോമനാമ്പുലിസം ഉണ്ടല്ലേ? ആംബുലൻസ് ഉണ്ടെങ്കിൽ ഞാൻ എന്തിനാ പാതിരാത്രി ഓടി നടക്കണത്? അവൻ ബോഡിയായിട്ട് ഓടി നടന്നോളൂല്ലേ? ഓക്കെ ഒരു കാര്യം ചെയ്യും. മനുഷ്യര് കിടക്കുന്നത് പോലെ, സാധാരണ ആൾക്കാർ കിടക്കുന്നത് പോലെ ഫേസ് ടു ഫേസ് ഒന്ന് കിടന്നേ. കിടക്കൂ. കിടന്നിട്ടൊന്ന് ഉറങ്ങാൻ ശ്രമിക്കൂ. ഉറങ്ങിക്കോളൂ. അല്ല ഉറക്കം പറ്റില്ല. ഉറക്കം പറ്റില്ല ഡോക്ടറെ. ഉറക്കം പറ്റില്ല. മറ്റേ നൂലേലും ഉണ്ടെങ്ങനെ ടാട്ടൂലേ? അത് ടാട്ടിയാ ഞാൻ ഉറങ്ങിപ്പോകും. ഉറങ്ങിക്കൂ. ശ്രമിക്കൂ, ഉറങ്ങാൻ ശ്രമിക്കൂ. അപ്പൊ നമുക്കൊന്ന് മാറി നിൽക്കാം. അവർ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. ഉറക്കം വലിച്ചു തുടങ്ങി. Come on, slowly sleep. വിചിത്രമായ കൂർക്കം വലിയ. കണ്ടോ സാറേ, ഇത്രയും നേരം ഞാൻ ഇവളോട് നല്ല രീതിയിൽ സംസാരിച്ചോണ്ടിരിക്കായിരുന്നില്ലേ? അവസാനം ഇവളെ എന്നെ പോടാ പട്ടിന്ന് വിളിച്ചില്ലേ? നീ അല്ലടി അവസാനം ഞാൻ നിന്നോട് ഒന്ന് പുറത്തു പോയിട്ട് വെള്ളം രാജു, ഇതെന്താ ഇവിടെ സംഭവിച്ചത്? അതെ, എനിക്ക് കാര്യമായിട്ടൊന്നും മനസ്സിലായില്ല. എവിടെ എന്ത് സംഭവിച്ചു? എന്തിനു ദൂരെ പോകുന്നത്? തേടം പേർ നിൽക്കുകയല്ലേ? സുമേ, റിപ്ലൈ. എനിക്കൊന്നും മനസ്സിലായില്ല ഏട്ടാ. അവക്ക് മനസ്സിലായില്ലേ പിന്നെ ലോകത്ത് ആർക്ക് മനസ്സിലാവത്തില്ല. ഈ പഞ്ചായത്തിലുള്ള സകലമായ വീട്ടിലെയും കാര്യങ്ങൾ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നവളാണ്. അപ്പൊ സാറേ, നമുക്ക് മ്യൂസിക് തെറാപ്പി ഒന്ന് ട്രൈ ചെയ്യാം. മ്യൂസിക് തെറാപ്പിയിലേക്ക് പോകുന്നതാണ് നല്ലത്. എല്ലാവരും ശരിയാവാറ് അത് വെച്ചിട്ടാണല്ലോ. അതെ. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ രണ്ടുപേരും ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് നിങ്ങളുടെ വീട്, ഇത് നിങ്ങളുടെ ബെഡ്റൂം. ഇവിടെ ഞങ്ങൾ ആരുമില്ല. നിങ്ങൾ ആദ്യമായി പരസ്പരം കണ്ടുമുട്ടുന്ന 2 ഇണക്കുരുവികളാണ്. അതായത് നിങ്ങളെ ഫസ്റ്റ് നൈറ്റ് പോലെ. മനസ്സിലായോ? നിലാവുള്ള രാത്രി, അങ്ങ് ദൂരെ പട്ടികൾ ഓരിയിടുന്നു. ഊരിയിട്ടോട്ടെ, എത്ര വേണേലും ഊരിയിട്ടോട്ടെ. ഊരിയിടുന്നല്ലടാ, പട്ടികൾ ഓരിയിടുന്നു. അതിന്റെ ഫ്ലോ കളയാതെ. നിശാഗന്ധികൾ പൂക്കുന്ന നേരം
ഇളക്കുരുവികൾ ചിറകടിച്ച് പറന്നകന്നു തുടങ്ങി. നിലാവെളിച്ചം എങ്ങും പരത്തൊഴുകി. അതെ, പ്രേമം പൂക്കുന്ന സായം സന്ധ്യ. അന്ന് നിന്നോള് കിരണക്കട്ട പോകട്ടെ മൂദേവി. പോകാൻ പറഞ്ഞു. ഇവിടെ പറഞ്ഞടാ. അവിടെ പറഞ്ഞതാണ്. വരും, തരാം. എന്റെ കാര്യത്തിൽ തീരുമാനമായി. അപ്പം നിശാഗന്ധി പൂത്തുലയുന്ന സായം സന്ധ്യ. നിങ്ങളെല്ലാരും ഒരുമിച്ച് ഞാൻ പറഞ്ഞേക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഒരു പ്രേമാർദ്രമായ ഗാനം ഇങ്ങനെ ഒഴുകി വരും. ആ പാട്ടിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സ് തുറക്കുന്നു. മനസ്സിലായല്ലോ? രാജു, നിങ്ങളുടെ ബെഡ്റൂം, നിങ്ങളുടെ പാട്ട്. രാജു, പാട്ടൊഴുക്കി വിട്. രാജു, എങ്ങനെയുണ്ട് എന്റെ ട്രീറ്റ്മെന്റ്? ഈ സംഗതി വർക്കൗട്ടായി. ഞാൻ പറഞ്ഞില്ല, അവരുടെ മനസ്സിൽ പ്രേമമുണ്ട്, പക്ഷെ അത് കണ്ടുപിടിക്കാനും പുറത്തെടുക്കാനും ആരും ഇല്ലാതായി പോയി. അതാണ് അവരുടെ പ്രശ്നം. അല്ല ഡോക്ടറെ, ഇത് ഈ ട്രിക്ക് ചേച്ചിയുടെ അടുത്തൊന്നും പരീക്ഷിക്കാൻ പാടില്ല. ഇല്ല, വർക്കൗട്ട് ആവില്ല. ഞാൻ ഒരുപാട് നോക്കിയതാ, ഒരു കാര്യമില്ല. അതാരുടെ കരച്ചിലത്? സുമയുടെ കരച്ചിലല്ലേ അത്? അതെ, ചേച്ചിയുടെ സൗണ്ടാ. അയ്യോ, ചേച്ചിയുടെ തല ആരോ തല്ലി പൊട്ടിച്ചത്. തലച്ചോറൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അവക്ക് തലച്ചോറൊന്നും ഇല്ലടാ, അത് ചട്ടിച്ചോറ്. ചേച്ചി, ഡോക്ടർക്കുള്ള പണിയാ, ഡോക്ടർക്കുള്ള പണിയാ. നിങ്ങക്ക് ഞാൻ പോയി. സുമേ, സുമേ, ആ സൈക്കോ എന്താ എന്താ എന്റെ ഡോക്ടറെ, ഡോക്ടർ അല്ലേ പറഞ്ഞത് ഞങ്ങളുടെ വീടാണ്, ഇവിടെ ആരുമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങളുടെ ബെഡ്റൂമിൽ നിന്ന് ഞങ്ങളുടെ അടുക്കളയിൽ ചെന്നപ്പോ ഒരു കള്ളി ഇരുന്നിട്ട് മീൻ വറുത്തത് കട്ട് ചെയ്യുന്നുണ്ട്. രണ്ട് സൈക്കോ കൂടി പൊളിച്ചാ ഇനിയിപ്പൊ എന്ത് ചെയ്യും? എന്ത് ചെയ്യുമെന്നാ? ഒരുത്തി ഇവിടെ ചാകാൻ കിടക്കുമ്പോ രണ്ട് പോങ്ങന്മാരുന്ന് കഥ പറയണ. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് എടുത്തോട്ട് പോടാ. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾക്ക് ഒരു പ്രൈവസി വേണ്ടേ? എടുത്തോട്ട് പോടാ ഞങ്ങളുടെ വീട്ടിൽ. ഇതോടെ എനിക്കൊരു കാര്യം മനസ്സിലായടാ. അവരെ പ്രശ്നങ്ങളെല്ലാം ഇതോടെ നമ്മൾ പരിഹരിച്ചു. പക്ഷെ എന്റെ പ്രശ്നങ്ങള് വേണ്ട സടകുടഞ്ഞ് എഴുന്നേറ്റ് നിൽക്കുന്നടാ രാജു. കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ. കരളിലെ മോഹം തളിരണിയാന അവരിരു പേരും തപം ചെയ്തു ഈ അമ്പലക്കൽപ്പടവിൽ. രാമൻകുട്ടിയെ, എന്താ ഗൗരി? തെക്കേടത്തെ രാമൻകുട്ടിയെ, വീട്ടുപേരറിഞ്ഞൂടാത്ത ഗൗരി, ഇതെന്തിനാ ഇങ്ങനെ ഒഴുക്കണേ? സങ്കടം വന്നിട്ടാ. കണ്ണീരൊഴുക്കണ കാര്യല്ല, ഈ വെളുക്കെന്തിനാ ഒഴുക്കണേന്ന് പറഞ്ഞാ നീ വിശ്വസിക്കില്ല. പറഞ്ഞാലേ വിശ്വസിക്കൂ. എന്റെ തറവാട്ടിലുണ്ടല്ലോ പെണ്ണുങ്ങള് വാഴത്തില്ല. അതെങ്ങനാ? 108 വയസ്സുള്ള കിളവൻ പെണ്ണുങ്ങളെ കാണാത്ത പോലെ കണ്ണും തള്ളി ഇങ്ങനെ ഇരുന്ന ഏത് പെണ്ണ് വന്ന് വാഴാനാ? സത്യം പറ, അത് നിങ്ങളുടെ ആരാ? പറഞ്ഞു വരുമ്പോ അതെന്റെ ഒരു അപ്പൂപ്പനായിട്ട് വരും. അപ്പൊ പറയാതെ വന്നാലോ? അത് സർപ്രൈസ്. പിന്നെ പാട്ട് പാടുന്ന ഒരാളുണ്ടായിരുന്നല്ലോ, ഒന്നാം മല കയറി പോയപ്പോ. അയാള് തന്നെ. അവിടെ ഒന്ന് തലയും കുത്തി വീണില്ലേ? ഓ, അപ്പൊ അയാളും പോയി. ഗൗരി, പണ്ട് നീ എന്റെ അടുത്ത് വരുമ്പോ നല്ല മുല്ലപ്പൂവിന്റെ മണമായിരുന്നു. ഇപ്പോഴോ നല്ല കോടാലി തൈലത്തിന്റെ മണം. ഒഴിക്കത് മതി. നിങ്ങളൊന്ന് എണീറ്റേ. ആദ്യം നീ എണീക്ക്. നിങ്ങൾ എഴുന്നേറ്റേ. നീ എഴുന്നേക്കാൻ. ഇവിടെ കിടന്ന് വടി എന്തേ? അയ്യോ, ഞാൻ എണീറ്റോളാം. അതിനല്ല, എനിക്ക് കുത്തി എഴുന്നേക്കാനാ. എന്നെ പിടിച്ചൊന്ന് എഴുന്നേപ്പിക്ക്. നീ ഇപ്പഴും ഇവിടെ ഇരിക്കണോ? വീട്ടിൽ പോവണ്ടേ? വയസ്സാം കാലത്ത്. ഗൗരി, രാമൻകുട്ടി നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ, ഇത്രയും പ്രായത്തിൽ നിങ്ങൾ ഇങ്ങനെ പ്രണയം കാത്തു സൂക്ഷിക്കുന്നതിന്. അയ്യോ, ഇത് പ്രണയൊന്നുമല്ല. പിന്നെ ഇത് ഞങ്ങളുടെ ഷുഗറിന്റെയും പ്രഷറിന്റെയും ഗുളികയാ. എന്റെ ഗുളിക അവളുടെ അടുത്തും അവളുടെ ഗുളിക എന്റെ അടുത്തും. കഴിക്കാൻ നേരത്തെ ഒരാളെങ്കിലും ഓർക്കുമല്ലോ. ഓ, അങ്ങനെ. അല്ല, ശരിക്കും നിങ്ങൾ ആരാ? ക്യാരക്ടറാണ്. മറ്റേ കല്യാണരാമനിലെ ദിലീപും നവ്യ നായരും.
ആഹാ അതായിരുന്നോ? അശ്ശോ, നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഇന്ത്യൻ ടൂവിലെ കമലഹാസനും ഇത് ഔവൈ ഷൺമുഖിയായിട്ടല്ലേ തോന്നുന്നത്? തോന്നിയാ മേക്കപ്പ് കഴിയുമ്പോ ഞങ്ങൾക്ക് തോന്നി, ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ പഠിച്ച സ്കിറ്റ് കല്യാണരാമന്റെ ആയതുകൊണ്ട് അത് കളിച്ചു. എന്റെ ബിബിൻ ചേട്ടാ ശരിക്കും എന്താ സംഭവിച്ചെന്നറിയോ? ആയിരിക്കും, പക്ഷെ മേക്കപ്പ് ചെയ്തിപ്പോ ബിബിൻ ചേട്ടനെ പോലെ തന്നെ ഇരിപ്പുണ്ട്. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സഹായം ചെയ്തു തരാം. എന്താ? ആ മേക്കപ്പ് ചേട്ടനോട് ഞാൻ പറയാം, ഇതിങ്ങനെ ഇതാക്കിയതിന് ഇത് അല്ലല്ല ഞാൻ സംസാരിക്കാം. ഈ ചേച്ചി ഒന്നും പോയി പറയണ്ട. കുഴപ്പമില്ലടാ, ഞാൻ അങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നില്ല. ഞാൻ നൈസായിട്ട് പുള്ളിക്കാരന്റെ അടുത്ത് ചോദിക്കാം എന്തിനാ ഇങ്ങനെ ചെയ്തത്. പഠിച്ചോണ്ട് വന്ന സ്കിറ്റ് വേറെ അല്ലേ? അതല്ലെന്ന്. എടാ കുഴപ്പമില്ലെന്ന്. കാണാൻ കൊള്ളാത്ത ചേച്ചിയെ മേക്കപ്പ് ചെയ്ത് ഇത്ര സുന്ദരിയാക്കിയില്ലേ, അപ്പൊ ചേച്ചി ചോദിക്കുന്നത് മോശമാണ്. ഞങ്ങൾ ചോദിച്ചോളാം. അതാടാ എനിക്ക് തന്നെ വെച്ച് ബാക്കി കളിക്കും. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തായാലും ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഞാൻ ഇന്ത്യൻ കമലഹാസനും നീ ഔവൈ ഷൺമുഖി. ഔവൈ ഷൺമുഖി. സ്കിറ്റ് മാറിപ്പോയി. കല്യാണരാമന് ഗൗരി പറ രാമൻകുട്ടി. നിന്റെ ഫോണിലൊരു മെസ്സേജ് വന്നല്ലോ, ആരടി അത്? ആരും മെസ്സേജ് അയക്കാനാ? എടുത്ത് വായിക്കങ്ങോട്ട്. മനുഷ്യന് കണ്ണും കാണുന്നില്ല. എവിടെ ആയപ്പം ഒന്ന് വിളിക്കാറ് കൂടിയില്ലല്ലോ. വിളിക്കാറില്ലെന്ന് ആരടി അത്? എനിക്കറിയത്തില്ല. നമ്പർ മാറി വന്നതായിരിക്കും. അപ്പൊ നമ്പർ മാറിയതായിരിക്കും. വീണ്ടും മെസ്സേജ് വന്നല്ല, എടുത്ത് വായിക്കടി. മുത്തേ ഒന്ന് കാണാൻ കൊതിയാകുന്നു. മുത്തേ കാണാ കൊതിയാവുന്ന ആരടി ആ കൊതിയ നിന്നെ കാണാ കൊതിച്ചിരിക്കുന്നവൻ? എനിക്കറിയത്തില്ല എന്റെ മനുഷ്യ. നിനക്കറിയാ ഈ പ്രാവശ്യം നമ്പർ മാറി വന്നല്ല, നീ എന്നെ ചതിക്കുവായിരുന്നല്ലേ? ഞാൻ നിങ്ങളെ ചതിക്കത്തില്ല മനുഷ്യ. അടുത്ത മെസ്സേജ് വായിക്കടി. ഞാൻ വായിക്കാം. വായിക്ക്. മുത്തേ ഒരു ഉമ്മ തരുമോ? ഉമ്മ തരുമോന്നോ? ആരടി നിന്നോട് ഉമ്മ ചോദിച്ചേ? അയ്യോ എനിക്കൊന്നും അറിയില്ല എന്റെ പൊന്നു മനുഷ്യ. നിനക്കറിയാം ആരടി അത്? അയ്യോ എനിക്കറിയത്തില്ല. ആരടി? അയ്യോ എന്നെ അടിക്കല്ല മനുഷ്യ. കണ്ടത്തെ പാടിത്തരൊക്കെ കാണിച്ചു വെച്ചിട്ട് അടിക്കല്ലെന്നാ. നിർത്ത്. ഇതാരുടെ ഫോണാന്നാ പറഞ്ഞ്? നിന്റെ ഫോൺ. എന്നാൽ ഇതെന്റെ ഫോണല്ല. പിന്നെ ഇത് നിങ്ങളുടെ ഫോണാ. എന്റെ ഫോണാ. ദൈവങ്ങളെ ചതിച്ചല്ലേ എന്റെ ഫോൺ. പറ ഏതവളാ നിങ്ങൾക്ക് ഈ മെസ്സേജ് അയച്ചത്? എനിക്കറിഞ്ഞൂടി. ഏതവളാ നിങ്ങളെ കാണാൻ ഇത്രയും കൊതിയുള്ള കൊതിച്ചി? നമ്പർ മാറി വന്നായിരിക്കുമല്ലേ? ഏതവളാ നിങ്ങളോട് ഉമ്മ ചോദിച്ചത്? അതും എനിക്കറിഞ്ഞൂടി. നിങ്ങൾ എന്നെ അടിച്ചിട്ടും ഞാൻ തിരിച്ചടിക്കാത്ത എന്തുകൊണ്ടാണെന്നറിയാവോ? എന്നോടുള്ള സ്നേഹം കൊണ്ടല്ലേ. നിങ്ങളുടെ തറവാട്ടില് പെണ്ണുങ്ങള് വാഴാത്തത് എന്തുകൊണ്ടാണെന്നറിയാവോ? എന്തുകൊണ്ടാ? നിങ്ങളുടെ ഈ സ്വഭാവം കാരണമാണ് നിങ്ങളെ തറവാട്ടില് പെണ്ണുങ്ങള് വാഴാത്തത്. ഗൗരി ഓടേ രാമൻകുട്ടി. രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ പുഴയിലെ ഹലോ ഹലോ ഹായ്, എന്റെ പേരെന്നാ? സ്വാതി. സ്വാതി. പേര്? സൂര്യകിരൺ. ആ സൂര്യകിരൺ. ഈ ക്യാരക്ടർ മാറി വരുന്നോണ്ട് നമുക്ക് മനസ്സിലാവുന്നില്ല. ശരി, വിളിച്ച മാണിക്കാൻ ഇപ്പൊ വേറെ റോളിൽ വന്നിരിക്കാണ്. മോടെ പേര് എന്തായിരുന്നു പറഞ്ഞത്? സ്വാതി. എവിടുന്നാ വരുന്നേ? ഞാൻ കോഴിക്കോട്. കോഴിക്കോട്. ഏത് ക്ലാസ്സിലാ? ഞാൻ 7ലാണ്. ഓക്കെ. ഭയങ്കര ക്യൂട്ട് പെർഫോമൻസ് ആണ്. ഭയങ്കര രസമുണ്ടായിരുന്നേ കാണാന്. ഈ ക്യാരക്ടർ മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ഫ്ലിപ്പ് ഇടയ്ക്ക് ഇടയ്ക്ക് ഫ്ലിപ്പ് ചെയ്ത് മാറിപ്പോയി. ഷൺമുഖിയൊക്കെ ആയിട്ട് നിന്ന് ഭയങ്കര ട്രാൻസിഷൻ. വീണ്ടും അയ്യോ മാറിപ്പോയി. രാമൻകുട്ടി പെട്ടെന്ന് ഇങ്ങനെ സ്വിച്ച് ഇട്ട പോലെ മാറുമായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. രണ്ടുപേരും നന്നായിരുന്നു. പകർച്ചേട്ടന് ഏതാ ഇഷ്ടപ്പെട്ടത്? ഈ ടോൺ വെച്ചിട്ട് അവര് വിറച്ച് ആ വിറയല് പോവാതെ തീരുന്നത് വരെ അങ്ങനെ തന്നെ ആ കഥാപാത്രം അതേപോലെ പോവും. അപ്പൊ അത് സ്കിറ്റ് കഴിഞ്ഞപ്പോ തീർന്നു പോയല്ലോ എന്ന് ആലോചിച്ചു. ഇങ്ങനത്തെ വേഷമൊക്കെ ഇതിനു മുമ്പ് കെട്ടിയിട്ടുണ്ടോ? ആ ചെയ്തിട്ടുണ്ട്. ഇത് എളുപ്പമാണോ അതോ പാടാണോ? അത് സിമ്പിള്. എത്ര സെക്കൻഡ്? അത് വെച്ചിട്ടാ പെട്ടെന്ന് ഡാൻസ് ചെയ്തപ്പോഴേ ഇതൊക്കെ ഉണ്ടെന്ന് പോലും ഇല്ലാത്ത രീതിയിലുള്ള പെർഫോമൻസ് ആയിരുന്നു. അതുകൊണ്ട് ചോദിച്ചതാ. അല്ല, നമ്മുടെ ആളെയും കഴിഞ്ഞ തവണ ഒരു എപ്പിസോഡിൽ വന്നപ്പോ പറഞ്ഞു റാപ്പ് സോങ് ഇത്താണ് എന്തൊക്കെയോ ഓർക്കുന്നുണ്ടോ പറഞ്ഞേട്ടാ? കല്യാണരാമനിനകത്ത് ആ 2 നായകനും നായികയും അവസാനം വരുന്ന സീരീസ് ആണ്. പക്ഷെ ഇത് വെച്ചിട്ട് ഇവർ ആ ഹ്യൂമർ വർക്ക് ചെയ്യാന്ന് പറയുന്നത് അല്ല, അതൊരു ഭയങ്കര സംഭവം തന്നെയാണ് കേട്ടോ. അതെല്ലാം ചെറുതാണ്, പക്ഷെ നല്ല വൃത്തിയായിരുന്നു അല്ലേ? അതാണ് ഒരു ഭയങ്കര എങ്ങും കൗണ്ടർ പോകാതെ പാട്ട് പാടുന്നു. അല്ല, അതാ ഞങ്ങളെ പറ്റി
ചേച്ചിയൊക്കെ പാട്ട് എഴുതിക്കൊണ്ട് വരാന്നൊക്കെ പറഞ്ഞ് പ്രോമിസ് ചെയ്തായിരുന്നു. അത് ഞാനില്ല അത് അല്ല നിലവിൽ അത് നമ്മുടെ അപ്പകാളയായിരുന്നു. ഇവൻ അല്ലാണ്ട് റാപ്പ് ചെയ്യാം. ശരി ശരി ആയിക്കോട്ടെ. അത് ഈ വേഷത്തിൽ തന്നെയാണോ? മനസ്സിലാവും. അതൊന്നും ഒരു വിഷയമേ അല്ല. റാപ്പിനൊക്കെ വേഷമുണ്ടോ ഏട്ടാ? ഓക്കെ ഓക്കെ തുടങ്ങട്ടെ. യാ അംഗീകാരം നൽകുന്നവരോടെന്റെ നീണ്ട നമസ്കാരം. നന്ദിയുണ്ട് മറക്കില്ല എന്നും കൂടെ വേണം. വിമർശനം നടത്തണം നിലയ്ക്കാത്ത പരിശ്രമം എല്ലാവർക്കും വേണം വളരുവാൻ അവസരം. Now let me address the elephant in the room. നമ്മൾ എന്തു തന്നെ ചെയ്താലും അവർക്കത് പ്രഹസനം. നിലയ്ക്കാത്ത വിമർശനം ചൊറിയണം പിരിയണം എന്നും പരിഹസിക്കണം ഒടുക്കത്തെ പുച്ഛം. ഷെയ്ഡ്സ് ഒരു മോനെ നിന്റെ മോന്ത കാണട്ടെ. തലയിൽ തൊപ്പി എന്തിനാ കുറച്ച് കാറ്റ് കൊള്ളട്ടെ. ഇത്ര ഡ്രസ് വേണ്ട മോനെ കുറച്ച് ദാനം ചെയ്തൂടെ. വെറുതെ ജാട കാട്ടല്ലേ വെറുതെ ഓവറാക്കല്ലേ. ഇവർ തുടക്കം പ്രോത്സാഹിപ്പിക്കും കഴിവുണ്ടൽ കയ്യടിക്കും. പയ്യൻ കൊള്ളാം തരക്കേടില്ല ഇവനെ വേണൽ കയറ്റി വിടാം. നാലാളറിഞ്ഞ് ഫേമസ് ആയാൽ പിന്നെ കാര്യം പോക്ക്. അവർ തന്നെ നിന്നെ വലിച്ചിട്ട് കീറിയൊട്ടിക്കും. ഇത് ആരാ ഇതിന്റെ ലിറിക്സ്? ഇത് നീരജ് മാധവന്റെ ആണ്. ആ നീ പാടിയതാണല്ലേ? അതെ. പക്ഷെ എന്നാലും ഞാൻ പാടിയിട്ടുണ്ട്, സിനിമയിൽ പാടിയിട്ടുണ്ട് റാപ്പ്. പക്ഷെ അത് റിലീസ് ആവാത്തോണ്ട്. അതേത് പാട്ട്? അത് ഞാൻ അഭിനയിച്ച സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന് പറഞ്ഞ മൂവിയുണ്ട്. അതില് റാപ്പ് പാടിയിട്ടുണ്ട്. പക്ഷെ റാപ്പ് ഇറങ്ങാത്തോണ്ട് നമ്മള് പുറത്ത് പാടിയിട്ടില്ല. സീക്രട്ട് ആണ്. അവന്റെ മാസ്റ്റർ പീസ് ആണ്. അത് വേണമെങ്കിൽ അതെ സൂപ്പർ സൂപ്പർ. അവൻ തന്നെ അഭിനയിച്ച സിനിമയിൽ അവൻ തന്നെ പാടിയിട്ടുണ്ട്. ഇതൊക്കെ ആർക്ക് കിട്ടുന്ന ഭാഗ്യമല്ലേ? പാടി അഭിനയിച്ചു. എനിക്കൊന്ന് മോഡൽ പെർഫോമൻസ് കൂടെ നമുക്ക് കണ്ടാലോ? എന്താ പെട്ടെന്നൊരു ചെറിയ മോണോ ആക്ട്. ഓക്കെ ഓക്കെ യാ ഞങ്ങൾ മാറിത്തരണോ? എനിക്കൊരു പ്രശ്നമില്ല. ഒരു പ്രശ്നമില്ലതൊക്കെ. നമസ്കാരം. എവിടെയെല്ലാം കലാപങ്ങൾ നടന്നിട്ടുണ്ടോ അവിടെയെല്ലാം രക്തസാക്ഷികളും ഉണ്ടായിട്ടുണ്ട്. ഭാരതീയ സംസ്കാരത്തിന് തന്നെ പുഴുക്കുത്തായി മാറിയ ഗുജറാത്ത് കലാപത്തിന്റെ ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷി ശ്രീമതി ബിൽക്കിസ് ബാനുവിലൂടെ രക്തസാക്ഷിത്വത്തിന്റെ ഓർമ്മകൾ അയവിറക്കുകയാണ് ഈ വേദിയിൽ. ഒന്നും മറക്കാൻ കഴിയാതെ. ബാനു വാ, നമുക്കിനി നാട് വേണ്ട. അവർ വന്നാൽ നിന്നെ പിച്ചിച്ചീതും. ഇല്ല, ഒരുത്തനും വരില്ലനി. ഞാനിപ്പോൾ പഴയ ബാനുവല്ല. ഇല്ല, അവർ 11 പേരും ജയിൽ വിട്ടിറങ്ങിയിട്ടുണ്ട്. വരട്ടെ, എനിക്കവരെ ഒന്നുകൂടി കാണണം. എന്നിട്ട് എനിക്ക് അവരോട് ചോദിക്കണം, അവർ പിച്ചിച്ചത് ഞാൻ അവരുടെ ദീദിയോ അതോ മാതാജിയോ എന്ന്. വേണ്ട ബാനു, നമുക്കെല്ലാം മറക്കാം. എങ്ങനെ? എന്തൊക്കെയാ ഞാൻ മറക്കട്ടെ? അന്നിഞ്ഞ പാൽ തുടഞ്ഞു കൊണ്ടിരുന്ന എന്റെ മകളെ എന്റെ മാറിൽ നിന്ന് പറിച്ചെടുത്ത് ആകാശത്തേക്ക് ചുഴറ്റിയെറിഞ്ഞ് തല തല്ലി ചതച്ച് കൊന്നത് ഞാൻ മറക്കണോ? മറക്കാം. പക്ഷേ ഇതെല്ലാം നേരിൽ കണ്ട എന്റെ കണ്ണുകൾ ചുവന്നെടുക്കാനാകുമോ? കരഞ്ഞിരിക്കുകയാണ്. സ്കൂളിൽ ഇതൊക്കെ സ്കൂൾ കലോത്സവങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും അല്ലേ? അതെ. ഞാൻ പെട്ടെന്ന് എന്റെയൊക്കെ മോണാക്ട് വേദിയിലേക്ക് പോയി. നമ്മൾ ചെയ്യുമ്പോൾ ഇതുപോലെ കരയുന്ന പരിപാടിയല്ലല്ലോ. ഒരു 10 പിള്ളേര് വരുമ്പോൾ അതിനകത്ത് 8 പേരും ഇതുപോലത്തെ ഇമോഷണൽ ആയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ വന്നിട്ട് ഹ്യൂമറാ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു ചെറിയ ഒരു അഡ്വാൻറ്റേജ് കിട്ടും. അപ്പൊ അതൊക്കെ പെട്ടെന്ന് ഓർത്തു പോയി പഴയ കാലം മിമിക്രിയില് മോണാക്ടിലെ. മക്കളെ ഇനി നമ്മൾ കാണില്ലേ? അപ്പൊ ഇനി നമ്മൾ പൊളിക്കില്ലേ? അപ്പൊ പുതിയ റാപ്പ് നീ സ്വന്തമായിട്ട് എഴുതി നീ റാപ്പും കൊണ്ടുവരണം. ഞങ്ങൾ അതിന് കാത്തിരിക്കും. അതുപോലെ തന്നെ മോളുടെ പെർഫോമൻസും. ഓക്കെ, നല്ലൊരു കൈഡി കൊടുക്കാം. തീർച്ചയായിട്ടും അടിപൊളി, സൂപ്പർ. ഹലോ, അത് പറഞ്ഞാ പറ്റില്ല. എനിക്ക് 2 ദിവസത്തിനുള്ളിൽ എനിക്ക് കോയമ്പത്തൂർ ലോഡ് അയച്ചേ പറ്റുള്ളൂ. നിങ്ങളെയൊക്കെ ഞാൻ ഇതിനെന്തിനാ നിർത്തിയിരിക്കുന്നത്? അതെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം കേട്ടോ. അല്ല, എനിക്കിതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ എനിക്ക് നിങ്ങളെ ഏൽപ്പിക്കേണ്ട കാര്യമില്ല സുഹൃത്തെ. അതുകൊണ്ട് എനിക്കതറിയണ്ട. 2 ദിവസത്തിനുള്ളിൽ എനിക്ക് കോയമ്പത്തൂർ ലോഡ് പോകണം. അതിന് നീ സാധനം എത്തിച്ചേ പറ്റുള്ളൂ. നീ കഞ്ഞാ പറയാതെ ബൈ. എക്സ്ക്യൂസ് മീ. അതെ, ഹായ് സർ. അല്ല, എനിക്ക് സാർ ആരാന്ന് മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ല? ഇല്ല, താങ്കളെ കണ്ടിട്ട് മനസ്സിലായില്ല. അല്ല, ഒരു ബിസിനസ് ടൈക്കൂണിനെ കണ്ട് താങ്കൾക്ക് മനസ്സിലായില്ല? ബിസിനസ് ടൈക്കൂണോ? അതെ. സാറോ? അതെ. സോറി, ചിരിക്കുന്നല്ല, പക്ഷെ എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, കുട്ടിക്ക് നല്ല ജാടയാണ്. നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഞാൻ അറിയപ്പെടുന്ന ഒരു സ്ക്രാപ്പ് മെർച്ചന്റ് ആണ്. എന്താണ് സ്ക്രാപ്പ് മെർച്ചന്റ്? ഞാൻ ഉദ്ദേശിക്കുന്ന സ്ക്രാപ്പ് എന്ന് പറയുന്നത് തന്നെയാണോ? അയ്യോ, അങ്ങനെയൊന്നും പറഞ്ഞ് ചുരുക്കല്ലേ. ഞങ്ങളുടെ സംഘടനയൊക്കെ വന്ന് വലിയ വിഷയമാണ് കേട്ടോ, സ്ക്രാപ്പ് മെർച്ചന്റ്. എനിക്ക് എവിടെ നല്ല കണ്ടുവരുന്നുണ്ട്. ചേട്ടൻ വീട് എവിടെ പറഞ്ഞ? എന്റെ വീട് ചങ്ങനാശ്ശേരി. അപ്പൊ ചേട്ടൻ എന്നെ കണ്ടു കാണില്ല. എന്റെ ശബ്ദം ചിലപ്പോൾ ചേട്ടൻ കേട്ട് കാണും. ശബ്ദവും കേട്ട് കാണും. പഴയ പാട്ട കുപ്പിയാക്രി ഇരുമ്പ് ന്യൂസ് പേപ്പർ എടുക്കാനുണ്ടോ?
ഇപ്പോഴല്ലേ മനസ്സിലായി. സുമേഷ് സുമേഷ്. വെൽക്കം വെൽക്കം സുമേഷ്. ആക്രി സുമേഷ്. അല്ല സോറി, സുമേഷ് സ്ക്രാപ്പ് മെർച്ചന്റ് സുമേഷ്. സുമേഷ്. അല്ല ഇവിടെ വന്ന എന്താ? അതായത് സംഭവം എന്ന് പറഞ്ഞാൽ പഴയ എന്ത് സാധനവും ഞങ്ങൾ എടുക്കും. ഓക്കെ. അതായത് പഴകിയ കോമഡികൾ, പഴയ സ്കിറ്റുകൾ, ക്യാരക്ടർ എൻട്രി, ജഡ്ജസ്. എത്ര കിലോ ഉണ്ട്? ഞാൻ 65. 65. വന്നാ കോയമ്പത്തൂരിലെ ട്രിപ്പൊക്കെ അടിച്ചിട്ട് വരാം. നാളെ 2 ലോഡ് പോകുന്നുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാ. ഞങ്ങൾ ആ കൗണ്ടറൊക്കെ ഉണ്ടായിരുന്ന കുറഞ്ഞു ഇന്നലെ മറിച്ചു കൊടുത്തു അല്ലേ? ഇപ്പൊ എല്ലാം ഫ്രഷേ ഉള്ളൂ, പഴയതൊന്നുമില്ല. പണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുപ്പിയും പാട്ടയൊക്കെ പറക്കി നമുക്ക് എങ്ങനെയെങ്കിലും ജീവിക്കായിരുന്നു. ഇപ്പൊ ഈ ബോട്ടിലാട്ടെന്നും പറഞ്ഞ് പുതിയൊരു സംഭവം കടന്നു. എവിടെയെങ്കിലും ഒരു കുപ്പി കിടന്ന് അപ്പോഴേ പെമ്പിള്ളേരെടുത്തോണ്ട് ഞാൻ ചവറിച്ചെന്നൊരു 3 ബിയർ കുപ്പി എടുക്കാൻ നോക്കിയപ്പോ ഒരു പെണ്ണ് വന്ന് അതിൽ പിടിച്ചു. അവളുമായിട്ട് 3 റൗണ്ട് അടി ഞാൻ നടത്തി. 4ാമത്തെ റൗണ്ടിലാണ് എനിക്ക് മനസ്സിലായത് അവള് കൈരളിയാണ്, കളരിയാണെന്ന്. അപ്പോഴേ ഞാൻ വീട്ടിൽ പോയി. അതുകൊണ്ട് അപ്പാരി പേടിയും നടക്കില്ല. നമ്മൾ ലണ്ടനിലൊക്കെ കണ്ടുപിടിക്കണം. ലണ്ടനിലൊക്കെ ഈ പാഴ് വസ്തുക്കളിൽ നിന്ന് ഇന്ധനം ഉണ്ടാക്കി വാഹനം ഓടിക്കുന്നു. നമ്മുടെ നാട്ടിലെ അവസ്ഥയെ ഇല്ലാത്ത പൈസക്ക് ഇന്ധനം അടിച്ചിട്ട് ഈ പാഴ് വസ്തുക്കൾ കളയാൻ നടക്കുന്നു. ഇന്ന് തന്നെ രാവിലെ ഇറങ്ങി ഒരു വക നടന്നില്ല, ഒറ്റ വക നടന്ന. ആകെ കിട്ടിയത് ഈ ഒരു റേഡിയോയോ? അതിന് അവർ 50 രൂപ മേടിക്കുകയും ചെയ്ത്. മുതലാവത്തില്ല, പക്ഷെ 60 വർഷം പഴക്കമുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഇതിന്റെ ചെറിയ മോഡിഫിക്കേഷൻ ഒക്കെ നടന്നു. മോനെ ഇങ്ങോട്ട് നോക്കി. ഞാൻ കേറി വന്നപ്പോ തന്നെ ഒരു പച്ച പെയിന്റ് അടിച്ച് വീട് കണ്ടായിരുന്നു. അവിടെ ചെറിയ പട്ടിക്കുട്ടി കുറച്ച് കളിച്ചു. പട്ടി അതെന്റെ പട്ടിയാ. അയ്യോ, പട്ടിയെ പരിചയപ്പെടുത്താൻ പട്ടിയെ പരിചയപ്പെടുത്താൻ വന്നതല്ലടാ. പിന്നെ നീ അവിടുന്ന് എന്റെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഒരു റേഡിയോ മേടിച്ചായിരുന്നു. ആ റേഡിയോ ഇങ്ങോട്ട് തരണം. പരിപാടി. ഞാൻ 50 രൂപ കൊടുത്തു, അവർ 50 രൂപ പറഞ്ഞു. ഞാൻ ആ പൈസ കൊടുത്തു, റേഡിയോ ഞാൻ മേടിച്ചു. ഞാൻ തരണമെന്ന് പറഞ്ഞു. 100 രൂപ ആ റേഡിയോ തന്നെ. ഇല്ല ചേട്ടാ, ഈ ഒരു ആക്രി ചരിത്രത്തിലും തന്ന ഒരു സാധനം ഞങ്ങൾ തിരിച്ചു കൊടുക്കാറില്ല. അത് നമ്മുടെ പാരമ്പര്യത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. എന്നാൽ ആ ചരിത്രം ഞാൻ മാറ്റുകയാണ്. നിനക്ക് എന്റെ ഭാര്യ തന്ന റേഡിയോ ഞാൻ നിന്റെ കയ്യിൽ നിന്ന് 100 രൂപ നിന്ന് മേടിക്കാൻ പോവുകയാണ്. ചേട്ടാ, റേഡിയോ തരത്തില്ല. റേഡിയോ തരത്തില്ല. നീ ഒന്ന് കാണിച്ചേ, റേഡിയോ ഒന്ന് കാണിക്കാം. ഇവരൊന്ന് കാണട്ടെ. നീ വലിയ കാണിക്കാം. ഇതുപോലൊരു സാധനം ഇന്നത്തെ കാലത്ത് സത്യമാട്ടോ. ഇപ്പൊ നോക്കിയ സമയത്ത് നോക്കി 10 മണി. 10 മണിക്ക് നല്ല ഹൃദയത്തിൽ തൊടുന്ന പാട്ടുകളുണ്ട്. നീ കേട്ട് നോക്ക്. ശരിയാ. എന്തൊരു മനം. അല്ലല്ല, പറയട്ടെ, ലയിച്ച് ഇതിനകത്തോട്ട് കയറി പോവോ? ഞാൻ ലയിച്ച് അതിനകത്താ കിടക്കുന്നത്. റേഡിയോ പ്രായമുള്ളൊരു മനുഷ്യനല്ലേ. ഞാൻ പറഞ്ഞോട്ടെ, ഈ പഴയ പാട്ടൊക്കെ നല്ലതായിരിക്കാം. പക്ഷെ ഇപ്പോഴത്തെ നമ്മുടെ പാട്ടുകൾ കേട്ടിട്ടില്ലേ? ഇലുമിനാറ്റി കേട്ടിട്ടുണ്ടോ? അത് എന്റെ വീട്ടിൽ കൊണ്ട് നിന്റെ അവിടെ കാണിച്ചാൽ മതി. അതുപോലെ കുടിച്ച കള്ളമൊന്നും പറയില്ലടാ, മാതാപിതാക്കളെ മാപ്പ്. ഇതിന്റെ മുമ്പേ എത്തത്തില്ല ഇത്. അല്ല, ഇതിനൊക്കെ ഏറിപ്പോയ 1 മാസം ആയുസുള്ളൂ. പഴയ പാട്ടുകളുടെ ആയുസ് ഞാൻ ഒന്നുകൂടെ കേൾപ്പിച്ചായിരുന്നു എന്നെ. ഇത് അടുത്ത പാട്ട് കേട്ട് നോക്കാം. പ്രണയിക്കാൻ തോന്നും അല്ലേ? അത് കേൾക്കുമ്പോ തന്നെ ഒരു സുഖമാണ്. അതൊക്കെ ഉള്ളതായിരിക്കും. ഈ റേഡിയോ തരത്തില്ല. തനിക്ക് വേണേ താൻ കൊണ്ടുപോയി കേസ് കൊടുക്കും. പോയി കേസ് കൊടുക്കാൻ എന്നോട്. എന്നാ താൻ പോയി കേസ് കൊടുക്കുന്ന പറഞ്ഞ പടത്തിലും ഉണ്ട് ഇതുപോലൊരു പഴയ പാട്ട്. ദേവദൂതർ പാടി, സ്നേഹദൂതർ പാടി, പൂക്കൽ ചൂടിയാടും നിലാവിൽ. എന്തൊക്കെ പറഞ്ഞാൽ ഈ സാധനം ഞാൻ തരൂല. തരത്തില്ലേ? ഇല്ല. ഉറപ്പിച്ചോ? ഉറപ്പിച്ച്. എന്നാ പിന്നെ ഒന്നും നോക്കാനില്ല. അത് അന്നേരം തരൂലെന്ന് പറഞ്ഞല്ലോ. ഞാൻ കഷ്ടപ്പെട്ട് 50 രൂപ കൊടുത്ത് മേടിച്ച റേഡിയോ. അത് എന്റെ റേഡിയോയാ? ആരെ റേഡിയോ? ഇത് എന്റെ റേഡിയോ. ഞാൻ പൈസ കൊടുത്ത് മേടിച്ച സാധനം എന്റെ അല്ല ചേട്ടാ. അല്ല, അത് സമ്മതിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങ് തിരിച്ചു കൊടുക്കും. കാര്യം പുള്ളിക്ക് അതിന്റെ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല, അത് എങ്ങനെ കൊടുക്കും ചേട്ടാ? പുള്ളിക്ക് ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. കുറെ കാലമായിട്ട് അത് ഉപയോഗിച്ചോണ്ടിരിക്കുന്നതല്ലേ. അപ്പൊ അത് കൊടുക്ക്. കഷ്ടമല്ലേ അത്? സുമേഷ് എന്തായാലും ഇങ്ങനെ ഒരു ആക്രി ഇതിന് വേണ്ടിയിട്ടാണ് അത് മേടിച്ചിരിക്കുന്നത്. സുമേഷിന് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. പുള്ളിക്ക് പാട്ടൊക്കെ കേട്ട് പുള്ളി ഒരു സമാധാനം കൊടുത്തേരെ. ഇരട്ടി പൈസ തരുന്നതാണ്. 50 രൂപയ്ക്ക് മേടിച്ച സാധനം 100 രൂപയ്ക്ക് കിട്ടും. പിന്നെ എന്താ കുഴപ്പം? അല്ല, ഇങ്ങനെ ഒരു കുട്ടി നിന്ന് ഇങ്ങനെ കാണിക്കുമ്പോ വീണ്ടും നോക്കി കൊടുത്താൽ മതി. കൊടുത്തേരെ, അതങ്ങ് കൊടുത്തേരെ. നല്ലൊരു കൈയടി. സന്തോഷം. കവറും കൊടുക്കുക. വിത്ത് കവർ. ഇതെന്റെ ഭാര്യ. അതുകൊണ്ട് ഈ സന്തോഷത്തിലേ ഒരു പാട്ടങ്ങ് വെച്ചിട്ട് ഞാനങ്ങ് പൊക്കോട്ടെ. തൂവെളിച്ചം കോരി നിൽക്കും പൂക്കണിയല്ലേ,
ആകാശം താഴുന്നു നീഹാരം തൂകുന്നു കതിരൊളികൾ പടരുന്നു. അയ്യോ ഒരു മിനിറ്റ് വൈൻഡപ്പ് ചെയ്യാനിട്ടായിരുന്നു. ഗൈസ് ടാറ്റ ബൈ. ചേട്ടാ